ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും മറ്റു വിളിച്ചത്. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് അവിടെ ഒരു മോഷണം നടന്നിട്ടുണ്ട്. ഞാൻ മോഷണം വിവരം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ച കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ എൻ്റെ സ്ഥലം ട്രിവാൻഡ്രത്ത് കാട്ടാക്കടയാണ്. ഓക്കെ, അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. ഈ വിഷമമുള്ള സമയത്താണ് ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ സംഭവിച്ചത്, ഞാൻ അവിടെ പോയി പോലീസ് സ്റ്റേഷനകത്തിൽ സാധാരണ വണ്ടി വയ്ക്കാനുള്ള അകത്തല്ലേ, ഞാൻ അകത്തുകൊണ്ട് പോയപ്പോൾ അവർ പറഞ്ഞാൽ അകത്തല്ല. ഓക്കെ ശരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറത്ത് വണ്ടി കൊണ്ട് വെച്ചിട്ട് വന്ന് വണ്ടി അകത്ത് വെച്ചുവിടാം. ഓക്കെ, കടകട പോലീസ് സ്റ്റേഷനിലാണ് പോയത്, എനിക്കറിയില്ലായിരുന്നു അത്, സോറി. അപ്പോൾ ഞാൻ വണ്ടി വീണ്ടും പുറത്തുകൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് അകത്ത് കയറി അവർ എന്നെ നോക്കിയിട്ട് ചോദിച്ചു. അപ്പോൾ എന്താണ് ഞാൻ ഓക്കെ ഞാൻ കാര്യം പറഞ്ഞു, സാർ ഇതുപോലെ എൻ്റെ കയ്യിലുള്ള പ്ലാൻസ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, സോ എനിക്കൊന്ന് ജസ്റ്റ് കംപ്ലയിൻറ്റ് ചെയ്യണം. ഞാൻ ഓക്കെ, അവർ ഓക്കെ എന്ന് പറഞ്ഞു, കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു വെള്ള പേപ്പറിൽ ജസ്റ്റ് എഴുതി തരാൻ പറഞ്ഞു. ഞാൻ ഇതുപോലെ എഴുതി കൊടുത്തു, സാർ ഇതുപോലെ ഇന്ന പ്ലേസിൽ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മോദിജി ഇവിടെ ഇനി തിങ്കളാഴ്ച വരുന്നതുകൊണ്ട് നമ്മുടെ ഓക്കെ, സോ അതുകൊണ്ട് അവർ കുറച്ച് തിരക്കാണ് എല്ലാവരും. സോ അതുകൊണ്ട് ചൊവ്വാഴ്ച ഒരു ഡേറ്റ് തന്നു, ചൊവ്വാഴ്ച അവർ വരുമെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, ചൊവ്വാഴ്ച ഞാൻ കൊടുത്തുള്ള കോൺടാക്ട് നമ്പറിൽ ഈ പ്ലേസിൽ വന്ന് അവർ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇനി വരുന്ന വീഡിയോയിൽ അവർ വന്നിട്ട് എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് ചെയ്യാം, അപ്ഡേറ്റ് ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അവർ വന്ന് കണ്ട് അവർ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വിഷമമുണ്ട് ആ നടന്നൊരു പ്രവണതയിൽ നിന്ന്. അവർ എന്തെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോയവരെ കണ്ടുപിടിക്കുക. സാധാരണ നമ്മളൊക്കെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ എന്തെങ്കിലും കേസ് കൊടുക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരാഗ്രഹം കൊണ്ടുപോയ ഒരാളെ അവർ കണ്ടുപിടിക്കും. ആ ഒരു ആഗ്രഹമാണ് എനിക്കും ഉള്ളത്. നടക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നടന്നു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സന്തുഷ്ടവാനായ ഞാൻ ആ ഒരു നിമിഷത്തിൽ ഞാനായിരിക്കും സന്തുഷ്ടവാൻ. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ട. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ നിന്ന് ആ ഒരു ചെടിയിൽ മാത്രം പൈസ വാങ്ങിച്ചിട്ട് നീ കൊണ്ടുവെക്കുമെന്ന് പറയുക, അത്രയും മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ ഇനി അവന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ഓക്കെ, സോ അത് അവൻ പൈസ കൊടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന ഒരാളെ പോലെ മേടിച്ചുകൊണ്ട് പോകും, അത്രയേ ഉള്ളൂ എൻ്റെ മനസ്സിലെ ആഗ്രഹം. അല്ലാതെ അവൻ ഇനി വന്നിട്ട് അവനെ നാണം കെടുത്തണം, അവനെ ജസ്റ്റ് അങ്ങനെ ഞാൻ ഒന്നും ചെയ്യില്ല. അത് ലാസ്റ്റ് ഇവിടെ ഒരാൾ വന്ന് ഇവിടെ നിന്ന് തേങ്ങയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അയാളുടെയും പേരൊന്നും ഒരിടത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇവിടെ വരുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രം ഞാൻ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒരാളിങ്ങനെ പ്രോബ്ലം ഉണ്ട് അങ്ങനെയൊക്കെ പറയാറേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഓപ്പണായിട്ട് ഒരു മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ ഇവിടെ വന്നിങ്ങനെ നശിച്ചു പോകുന്ന ഒരാളുടെ പേര് ഞാൻ അങ്ങനെ പറയില്ല. കാരണം അയാൾക്ക് നാളെ ജീവിക്കാനുള്ളതല്ല, അയാളുടെ ആൾക്കാരെ എല്ലാം നമ്മൾ നോക്കണ്ടേ. സോ അപ്പോൾ ഇതുപോലെ മറ്റു നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പോലീസ് വന്നിട്ട് എന്താവുമെന്ന് എനിക്കറിയില്ല. സോ ഞാൻ ഇത്രയും വളർത്തുന്ന ഒരു പ്ലേസിലേക്ക് കേരള പോലീസിനെ എനിക്ക് എത്തിക്കാൻ പറ്റി, സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഉദ്യാനം കാണാൻ വേണ്ടി കേരള പോലീസ് വരുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കാരണം എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റി. ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലെ മറ്റു നമുക്ക് വീണ്ടും കാണാം. This is Arun signing out. Bye bye.